നടപടിയുമായി കർണാടക സർക്കാർ. ബംഗളൂരു പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ 4 മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ജുഡീഷ്യൽ അന്വേഷണത്തിനും ഉത്തരവിട്ടു. വിവരങ്ങളുമായി രുജീഷ് വി രവീന്ദ്രനാണ് ചേരുന്നത്. രുജീഷ്, ഈ ഒരു അപകടം നടന്നു, അതിൽ ഉത്തരവാദികൾ ആര് എന്നുള്ള തരത്തിലുള്ള വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയില്ല എന്നാണ് ആദ്യം മുഖ്യമന്ത്രി അടക്കമുള്ള ഉപമുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ആവർത്തിച്ച് പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് പോലീസിനെതിരെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്? എന്താണ് മുഖ്യമന്ത്രി പറയുന്നത്? സ്വാതി, എന്തായാലും പോലീസിന് മുകളിലേക്ക് ഈ പഴി മുഴുവൻ സർക്കാർ ചാരുന്നു എന്ന് തന്നെ ഈ നിമിഷം നമ്മൾക്ക് പറയേണ്ടി വരും. കാരണം നേരത്തെ തന്നെ പോലീസാണ് ആദ്യം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും തിരക്കേറിയ ഒരു പരിപാടി നടത്താനാവില്ല എന്ന് സർക്കാരിനെ അറിയിച്ചത് പോലീസാണ്. അതിനോടനുബന്ധിച്ച് ഈ ഒരു അനുമതിയും പോലീസ് ആദ്യം നിഷേധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ പഴിയും പോലീസിന് മുകളിലേക്ക് ചാരുകയാണ്. കാരണം മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് എതിരെ കൂടി നടപടിയെടുത്തതോടെ പൂർണ്ണമായും ഈ ഉത്തരവാദിത്തം പോലീസിന്റെ മേൽ തന്നെ സർക്കാർ പറയുന്നു. എന്തായാലും അഡീഷണൽ കമ്മീഷണർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, സെൻട്രൽ DCP സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ക്രിക്കറ്റ് സ്റ്റേഡിയം ഇൻചാർജ് ആയിട്ടുള്ള ഒരു ACP സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ കബൺ പോലീസ് സ്റ്റേഷനിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോലീസ് ആണ് ഈ ഒരു പ്രശ്നത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാർ എന്ന തരത്തിലേക്ക് സർക്കാർ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണം CIDക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ക്രൈം ഡിപ്പാർട്ട്മെന്റ് ഈ അന്വേഷണം ഉടൻ തന്നെ പൂർത്തീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും 11 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു സംഭവം വലിയ തിരിച്ചടി സിദ്ധരാമയ്യ സർക്കാരിനെതിരെ ഉയരുമ്പോഴാണ് നേരത്തെ തന്നെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അതുകൂടി അംഗീകരിച്ചിട്ടുണ്ട്. ഒരംഗ ജുഡീഷ്യൽ കമ്മീഷനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കടുത്ത നടപടിയിലേക്ക് സർക്കാർ പോവുകയാണ്. അതോടൊപ്പം ഉത്തരവാദികൾ എന്ന് കണ്ട് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഈ ഇവന്റ് മാനേജേഴ്സ് ആയ DNA, അതോടൊപ്പം ക്രിക്കറ്റ് അസോസിയേഷൻ, അതോടൊപ്പം RCB ഫ്രാഞ്ചൈസിയുടെ അധികാരികൾ, ഇവർക്കെതിരെ അറസ്റ്റ് നടപടികളിലേക്ക് കൂടി പോകണം എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കർണാടക DGPയോടും അതോടൊപ്പം IG യോടും ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും കടുത്ത നടപടിയിലേക്ക് സർക്കാർ കടക്കുകയാണ്. രുജീഷ്, പക്ഷേ സർക്കാർ ഇത്തരം ഒരു നടപടിയിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ബാക്കിയാകും. നമുക്കറിയാം, ഇന്നലെ ആദ്യം തന്നെ പോലീസ് ഈ ഒരു പരിപാടിക്ക് അനുമതി നിഷേധിച്ചതാണ്. പിന്നീട് പെട്ടെന്നാണ് ഈ ഒരു പരിപാടി നടത്താൻ തീരുമാനമാകുന്നതും. ഉപമുഖ്യമന്ത്രി അടക്കം ഈ ഒരു പരിപാടിക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകി താരങ്ങൾക്കൊപ്പം നിൽക്കുന്നതെല്ലാം കണ്ടതാണ്. പിന്നീട് പോലീസിന് മേൽ ഇത്തരം ഒരു പഴി ചാരുമ്പോൾ അത് വീണ്ടും വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്ക്, വിമർശനങ്ങൾക്ക് വഴിയൊരുക്കില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാരണം ഇതൊരു മുഖം മിനുക്കൽ നടപടി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്കറിയാം, ഈ ഒരു പരിപാടി തീരുമാനിച്ചപ്പോൾ തന്നെ ഏറ്റവും മുന്നിൽ നിന്ന് ഇത് ഏറ്റെടുത്തത് ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ്. അദ്ദേഹം വിമാനത്താവളത്തിൽ പോയി താരങ്ങളെ കണ്ട് അവർക്ക് പതാക നൽകി സ്വീകരിച്ച് ആ പതാകയുമായി സ്വന്തം വാഹനത്തിൽ വന്ന് പിന്നീട് സൗദയുടെ മുന്നിലുള്ള പരിപാടിയിൽ മുന്നിൽ നിന്ന് ആ പരിപാടി എല്ലാം അറേഞ്ച് ചെയ്തത് DK ശിവകുമാറാണ്. അതിനുശേഷമാണ് ഈ ആൾക്കൂട്ടം വലിയ തരത്തിലേക്ക് കൂടുകയും മൈതാനത്തിന് മുന്നിൽ ഈ ഒരു പ്രശ്നമുണ്ടായി പിന്നീട് 11 പേരുടെ ജീവൻ നഷ്ടമാകുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസിനെ താൻ കുറ്റപ്പെടുത്തില്ല എന്ന് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ആൾ കൂടിയാണ് DK ശിവകുമാർ. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസിന് മുകളിൽ എല്ലാ പഴിയും ചാരി സർക്കാർ നടപടിയെടുക്കുന്നത്. എന്തായാലും DK ശിവകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ രാജിവെക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പോലീസിനെതിരെ ഈ കൂട്ട നടപടി. ശരി രുജീഷ്, ബംഗളൂരു ദുരന്തത്തിൽ കടുത്ത നടപടിയുമായി കർണാടക സർക്കാർ. ബംഗളൂരു പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ 4 മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്.